കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ വിളിക്കുന്നേ നിന്നോട് ചൊട്ടിൽ മുറുക്കി കുത്തിയ താരാൾ. ഡ്രൈവറെ തഹസിൽദാരെ വീഡിയോ ചോദിക്കണോ? നമുക്ക് ചോദിച്ചു എന്തുണ്ടേ നീ പറയണത്? കത്രീന കേഫിന്റെ കുറച്ച് ചായ ഉണ്ടല്ലേ? വ്യക്തമായില്ല. കത്രീന കേഫിന്റെ കുറച്ച് ചായ ഉണ്ടല്ലേ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും നിഹാസ് ബല്ലു എന്നെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ അറിഞ്ഞ നമ്മുടെ വോട്ടർ പട്ടികയിൽ ആർക്കുള്ളൊക്കെ പേരാ വരുന്നത്? ഇന്ത്യയിലുള്ളവർക്ക് പൗരത്വം ഇല്ല. ഇന്ത്യയിലുള്ളവരെ പൗരത്വം കട്ട് ചെയ്ത് എങ്ങോട്ടൊക്കെയോ പാക്ക് ചെയ്യാൻ പോകുന്നു. വിദേശത്തുള്ള ആൾക്കാരെ നല്ല സുന്ദരികളും സുന്ദരന്മാർക്കുള്ള ഫോട്ടോകളാണ് ഇപ്പോൾ വോട്ടിംഗ് ലിസ്റ്റിലുള്ളത്. എൻ്റെ പൊന്നു സംഘികളെ, എൻ്റെ പൊന്ന്, നിങ്ങൾ രാജ്യസ്നേഹം കൊണ്ടാണല്ലോ സംഘപരിവാറിലെത്തിയത്. ഒട്ടുമിക്ക ആൾക്കാരും, ഒരു 80% ആൾക്കാരും പാവങ്ങൾ സംഘികളായതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തോടുള്ള കൂറും അതുപോലെ തന്നെ സ്നേഹവും കൊണ്ടാണ്. നിങ്ങളെയൊക്കെ ഈ മാമൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. മാമന് തൊട്ട് മണി മാമനും നമ്മളെ അമിട്ടിനും അത് തന്നെയാണ് വിഷയം. രാജ്യത്തെ മുടിച്ച് കുട്ടിച്ചോറാക്കും മക്കളെ. നിങ്ങളെ രാജ്യത്തെ രക്ഷിക്കാനല്ലേ ഇവരാരും പുറപ്പെട്ടേക്കുന്നത്. അത് നിങ്ങളെങ്കിലും മനസ്സിലാക്കിയാലും നന്ന്. അതെങ്ങനെ ചാണകം ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. എന്തായാലും വാ, നമുക്ക് പോയി കാണാം. വാ. ഹരിയാനയിലെ വോട്ടുകൊള്ളയിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ച ബ്രസീലിയൻ മോഡലിന്റെ പേര് ലാരിസ. തന്റെ പഴയ ചിത്രം ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ലാരിസ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രതികരിച്ചു. നാളെ സാരം ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ കോട്ടപ്പുറം ജാനകിയായിരിക്കും. അല്ല സാറേ, പുതിയതാണ്, ന്യൂ. വോട്ടർ പട്ടികയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയമാണ്. ഇതെന്ത് ഭ്രാന്താണ്? ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും ലാരിസ ചോദിച്ചു. ഇന്ത്യയിൽ നിന്ന് നിരവധി പേർ പ്രതികരണത്തിന് വേണ്ടി ബന്ധപ്പെടുന്നുണ്ടെന്നും ലാരിസ. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് പെൺകുട്ടി അങ്ങോട്ട് വിളിക്കാം, അതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ. അതെ, പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. എവിടെ മോളെ? മോളെ വിളിക്കാം. മോളെ എങ്ങ പോരാ. ബുക്കിംഗ് വെൽക്കം. ആയിക്കോട്ടെ. തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളை. കേരള से എന്ന് വെച്ചാ തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളை. Gente, contar pra vocês uma fofoca, vocês vão rir demais. Não, vou contar fofoca. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞ പറയാം. Gente, estão usando uma foto minha, antiga. A foto é velha, tá? Ó, tava novinha na foto, devia ter uns 20 anos, 18 anos. Estão usando a foto minha. മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. എന്താന്ന് വെച്ചാൽ തുറന്നു പറ. Pra fazer, eu não sei se é uma eleição, alguma coisa de voto que tem que votar. E na Índia. എന്താ ഉറക്കം വരുന്നു? Estão me colocando como indiana pra dar golpe nos outros, gente. Olha que loucura. Que doideira é essa? Que mundo nós estamos vivendo? Aí um repórter. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ല. നിന്റെ അമ്മയുടെ നായര്. Falei pra Tatá não passar meu número e tal. O cara achou meu Instagram. Me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto. Vou colocar aqui pra vocês, aqui embaixo pra vocês verem. PR അരവിന്ദ് വിവരണം അയച്ചിരുന്നു. അരവിന്ദ് എന്താണ് അവർ പറയുന്നത്? പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ള രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ആ വോട്ടുകൊള്ള പുറത്തുവിടുന്നതിനിടെ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രവും രാഹുൽ പുറത്തുവിട്ടിരുന്നു. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്തു. 10 ബൂത്തുകളിലായി 22 തവണ വോട്ടറായി എത്തുന്നതാണ് രാഹുൽ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ആ ബ്രസീലിയൻ മോഡൽ ലാരിസയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ ചെറുപ്പകാലത്തെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ തന്റെ പേരുകൾ ചേർക്കപ്പെട്ടത്. പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഇതുകൂടാതെ തന്നെ ഇത് വളരെ രീതിയിൽ അവിശ്വസനീയമാണ്. ഇത് ഞെട്ടലുണ്ടാക്കുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മോഡലിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറൊരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ് അത് മനസ്സിലാക്കണം. ജനങ്ങൾ അല്ലെങ്കിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ ഉപയോഗിച്ച് തന്റെ ചെറുപ്പകാലത്തെ ചിത്രമെന്ന ഇപ്പോൾ ബ്രസീലിയൻ മോഡലായ ലാരിസ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പേർ തന്നുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിരവധി മെസ്സേജുകളാണ് തനിക്ക് ലഭിക്കുന്നത് കൂടി ഇപ്പോൾ ലാരിസ വ്യക്തമാക്കുന്നു. ജില്ലയുടെ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരുടെ
തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റി. പക്ഷേ ഇതെന്ത് ഭ്രാന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരമുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചോദ്യം കൂടി ഇപ്പോൾ മോഡൽ മുന്നോട്ട് വെക്കുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ഹാൻഡിലുകൾ അടക്കം ലാരിസയുടെ പ്രതികരണം പങ്കുവെക്കുന്നു. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്ത. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നത് തന്നെയാണ് മോഡലിന്റെ ഒരു പ്രതികരണം. ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ചാൽ മതിയായിരുന്നു. കാരണം 22 തവണ വോട്ടറായി 10 ബൂത്തുകളിൽ 22 തവണയാണ് ലാരിസ എന്ന മോഡലിന്റെ ചിത്രം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തത്. അതിൽ നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം. പിന്നീട് ഈ മോഡൽ ആരാണെന്നുള്ള ആ തിരച്ചിലായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ അടക്കം. ഇപ്പോൾ ലാരിസയുടെ ഒരു പ്രതികരണം തന്നെയാണ് വന്നിരിക്കുന്നത്. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞു. ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ.